അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ആർത്തവം അല്ലെങ്കിൽ പ്രസവകുളി. പ്രസവത്തിന് ശേഷം നിഫാസിൽ നിന്നും ശുദ്ധിയാവേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈല് നിഫാസ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തതിൽ ഒരുപാട് ആൾക്കാർ പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. പല ആൾക്കാർക്കും തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ നിഫാസ് കുളിക്ക് ശേഷം ചെയ്യുന്ന ഇബാദത്തുകൾ ബാത്തിലായി പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. പ്രസവശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ് കാരണം നമുക്ക് കുളി നിർബന്ധമാവും. ബ്ലീഡിങ് നിൽക്കുന്നത് എന്നാണോ അന്ന് തൊട്ട് നിസ്കരിക്കൽ നമുക്ക് നിർബന്ധമാണ്. ചിലപ്പോൾ അത് 15 ദിവസമാവും, അല്ലെങ്കിൽ 25 ദിവസം, ഏറ്റവും കൂടുതൽ 40 ദിവസം. 40 ദിവസത്തിനുള്ളിലും നിൽക്കും, ചിലപ്പോൾ 60 വരെയും. അത് അപൂർവം ചില ആൾക്കാർക്ക് 60 വരെയും നീളാൻ സാധ്യതയുണ്ട്. നിഫാസിൻ്റെ കുളി കുളിക്കാൻ 40ൻ്റെ അന്ന് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിഫാസ് കുളിയുടെ രൂപം നിയത്ത് വെച്ചതിന് ശേഷം ശരീരത്തിലെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കൽ നിർബന്ധമാണ്. പരിപൂർണമായ സുന്നത്തോടു കൂടി കുളിക്കുന്നതിൻ്റെ രൂപം: ആദ്യം നമ്മുടെ 2 കൈയും വൃത്തിയായി കഴുകുക. അതിനുശേഷം ശരീരത്തിലെ നജസ് വൃത്തിയാക്കുക. മുട്ടുപൊക്കിളിൻ്റെ ഇടയിൽ, കക്ഷത്തിൻ്റെ ഇടയിൽ, നഖത്തിൻ്റെ ഇടയിൽ, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള അഴുക്ക് വൃത്തിയായിട്ട് കഴുകിക്കളയുക. ശേഷം പരിപൂർണമായ ഉളു എടുത്തിട്ട് ആദ്യം തലയിൽ വെള്ളമൊഴിക്കുക. പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കൽ സുന്നത്താണ്. 3 പ്രാവശ്യം ഇതുപോലെ ചെയ്യണം. ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുമെന്ന് നമ്മൾ ഉറപ്പിക്കണം. ശേഷം വീണ്ടും ഒളു എടുത്തിട്ട് നമുക്ക് നിസ്കരിക്കാം. ഇനി നമ്മൾ 2 പ്രാവശ്യം ഒളു എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ആദ്യം ഒളു എടുത്ത ശേഷമാണ് നമ്മൾ കുളിക്കുന്നത്. അപ്പോൾ ചിലപ്പം കുളിക്കുന്ന സമയത്ത് നമ്മൾ ഒളു മുറിഞ്ഞു പോവും. അതുകൊണ്ടാണ് രണ്ടാമതും വീണ്ടും ഒളു എടുക്കുന്നത്. നമ്മൾ ആദ്യം എടുത്ത ഒളു മുറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ ആ ഒളു തന്നെ നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.